ദശകം 93. 25 ഗുരുക്കന്മാർ. വലിയ പുസ്തകത്തിൽ 24 ഗുരുക്കന്മാരെന്ന് അടിച്ചിട്ടുണ്ട്. തെറ്റു പറയാൻ വയ്യ. പുറമേയുള്ള ഗുരുക്കൾ 24, അവനവൻ്റെ ശരീരം തന്നെ 25ാമത്തെ ഗുരു. അപ്പോൾ 25 ഗുരുക്കന്മാരുണ്ട്. നമ്മൾ മറ്റേ അവരടിച്ചത് തെറ്റെന്ന് പറയാൻ പറ്റില്ല. അത് പുറമേ ഉള്ള ഗുരുക്കൾ. ഭഗവാൻ തൻ്റെ ലീല അവസാനിപ്പിക്കുകയാണ്. ശ്രീകൃഷ്ണ ലീല. പലതരത്തിലുള്ളതായ ഘോരങ്ങളായ നാശലക്ഷണങ്ങൾ ദ്വാരകയിൽ കണ്ടു. ബ്രാഹ്മണശാപം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ താൻ പോകുന്നതിന് മുമ്പ് ഈ വംശത്തിനെ അവസാനിപ്പിക്കണം എന്ന് ഭഗവാൻ നിശ്ചയിക്കുകയാണ്. ഏകദേശം പോകുന്നതിന് ഒരാഴ്ച മുമ്പ് ഭഗവാൻ എല്ലാവരോടും പ്രഭാസ തീർത്ഥത്തിൽ പോയി കുളിക്കാൻ പറയുകയാണ്. പുരുഷന്മാർ പ്രഭാസ തീർത്ഥത്തിൽ, സ്ത്രീകൾ ശംഖോദ്ധാരത്തിൽ. ശംഖോദ്ധാര തീർത്ഥം. യാദവന്മാരെല്ലാം ദേവന്മാരാണ്. അവർ തിരിച്ചവരുടെ സ്ഥലത്തേക്ക് തന്നെ പോകണം. അതുകൊണ്ടാണ് പ്രഭാസ തീർത്ഥം പറഞ്ഞത്. അവിടെ കുളിച്ചാൽ മോക്ഷം കിട്ടില്ല. അവരവരുടെ പഴയ സ്ഥലങ്ങളിലേക്ക് പോകും. മറ്റേ ദേവന്മാരായിട്ട് പോകും. നേരെ മറിച്ച് ശംഖോദ്ധാരത്തിൽ കുളിച്ചാൽ മോക്ഷമാണ്. അപ്പോഴേ മോക്ഷമാണ്. അങ്ങനെ അവരോടെല്ലാം പറഞ്ഞ് അവരെ യാത്രയാക്കി. അതിനുശേഷമാണ് അവരവിടെ പോയി അടിപിടിയും ഏതൊക്കെ പുല്ലെടുത്ത് അടിക്കലും ഒക്കെ അതവിടെ ഇരിക്കട്ടെ. അപ്പോൾ എപ്പോൾ ഇങ്ങനെ പറഞ്ഞുവോ ബുദ്ധിമാനായ ബുദ്ധവർക്ക് മനസ്സിലായി ഭഗവാൻ ലീല അവസാനിപ്പിക്കാൻ പോകണു. ഭഗവാന്റെ അടുത്ത് വന്നു. പ്രഭു, അങ്ങ് പോയി കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് ആരാണ്? അങ്ങുള്ള സമയത്ത് ഈ മായയെ തരണം ചെയ്യാൻ ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടുമില്ല. അങ്ങ് പോയി കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ എന്താ ചെയ്യുക എന്ന് പറഞ്ഞതായ സമയത്ത് ഭഗവാൻ പറയുകയാണ്, പോകാതെ തരമില്ലല്ലോ. അപ്പം അങ്ങേക്ക് ഞാൻ ജ്ഞാനത്തിനെ പ്രദാനം ചെയ്യാം. അങ്ങേയറ്റത്തെ ഭക്തിയുള്ള ആളാണ് ഉദ്ധവർ. ജ്ഞാനവുമുള്ള ആളാണ്. ഭഗവാൻ തന്നെ ഭാഗവത്തിൽ പറയുന്നുണ്ട്, എന്നെപ്പോലെ തന്നെ ജ്ഞാനമുള്ള ആളാണ് ഉദ്ധവർ എന്നാ പറയുന്നത്. എന്നാലും അനുഭവമാവണ്ടേ, അതാണ്. അങ്ങേക്ക് ഞാൻ ജ്ഞാനം പ്രദാനം ചെയ്യാം. പണ്ട് നമ്മുടെ യതി ചക്രവർത്തി ഒരു യാഗം നടത്തുകയുണ്ടായി. ആ യാഗത്തിലേക്ക് ഒരു അവധൂത ബ്രാഹ്മണൻ കയറി വന്നു. ദത്താത്രേയ മഹർഷിയാണെന്ന് നാരദീയ പുരാണത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്കത് അങ്ങനെ എടുക്കാം, ദത്താത്രേയ മഹർഷിയായിട്ട് എടുക്കാം. ആ ദത്താത്രേയ മഹർഷി യതി ചക്രവർത്തിക്ക് ഈ ജ്ഞാനത്തിനെക്കുറിച്ച് ഉപദേശിക്കുകയാണ്. ഞാൻ ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാവരെയും ഗുരുക്കന്മാരെ കണ്ടു. അതാണ്, എല്ലാവരെയും ഞാൻ ഗുരുക്കന്മാരെ കണ്ടു. ആരൊക്കെയാണ് ഗുരുക്കന്മാരെ ഞാൻ പറയാം. അങ്ങനെയാണ് 24 25 ഗുരുക്കന്മാരുടെ കാര്യം പറയുന്നത്. ആമുഖമായിട്ട് 2 ശ്ലോകങ്ങൾ പറയുന്നു 90ാമത്തെ ശ്ലോകത്തിൽ. ജ്ഞാന മിശ്രഭക്തി എന്നാണ് ആചാര്യന്മാർ അതിനെ പറയുന്നത്. ഭക്തിയുണ്ട്,
ആ ഭക്തിയുടെ കൂടെ ജ്ഞാനം ചേർന്നാലേ അതുകൊണ്ട് ഗുണമുള്ളൂ. ഇതാണ്. മറ്റേത് അന്ധമായ ഭക്തിയാവും. ജ്ഞാനത്തോടുകൂടിയ ഭക്തിയാണ് വേണ്ടത്. എന്താ ജ്ഞാനം? ഇവിടെ ഒന്നേ ഉള്ളൂ, ഏകനായ ഭഗവാൻ മാത്രമാണുള്ളത്. ആ ഭഗവാൻ തൻ്റെ മായയെ കൊണ്ട് ഈ കാണുന്ന നാനാത്വ പ്രപഞ്ചത്തിനെ സൃഷ്ടിക്കുന്നു. അതിൽ നമ്മളെല്ലാം ഭ്രമിക്കുന്നു. ആര് ഭഗവാനെ ഭജിക്കുന്നുവോ ഭഗവാനിലേക്ക് എത്തുന്നു. മറ്റവർ വീണ്ടും വീണ്ടും ജനിച്ചും മരിച്ചും കഴിയും. അപ്പോൾ ആദ്യത്തെ പടി എന്താണ്? ബന്ധുസ്നേഹം വിജഹ്യം. ബന്ധുക്കളിലുള്ളതായ സ്നേഹം എല്ലാവരോടും വേണം. ബന്ധുക്കളോട് മാത്രമല്ല, എല്ലാവരോടും. ലോകാസമസ്താ സുഖിനോ ഭവന്തു എന്ന് പറയുന്ന പോലെ ലോകത്തിലുള്ള സകലരോടും സ്നേഹം വേണം. പക്ഷെ ഇവിടെ സ്നേഹം ഉദ്ദേശിക്കുന്നത് ആസക്തി, ഒട്ടൽ. ആരോടും ഒട്ടൽ പാടില്ല. അവനവനോട് തന്നെ, അവനവൻ്റെ ശരീരത്തിൽ ഒട്ടൽ പാടില്ല. ബന്ധുസ്നേഹം വിജഹ്യം. ഹേ ഭഗവൻ, ഞാൻ ഈ ബന്ധുക്കളിലുള്ളതായ സ്നേഹത്തിനെ ഉപേക്ഷിക്കുമാറാകണമേ. ഞാൻ ശ്രമിക്കുന്നുണ്ട്, സാധിക്കുന്നില്ല. അപ്പം അങ്ങ് തന്നെ അനുഗ്രഹിക്കണം. തവ കരുണയാ തവ ഹി കരുണയാ. അങ്ങയുടെ കാരുണ്യം എന്നിലേക്ക് ഒഴുകിയാൽ മാത്രമേ എനിക്ക് ആ വിധത്തിൽ ഈ ബന്ധുക്കളിലുള്ളതായ ആസക്തി, ഒട്ടലിനെ മാറ്റാൻ സാധിക്കൂ. അപ്പം അങ്ങയുടെ കാരുണ്യം എന്നിലേക്ക് ഒഴുകണമെങ്കിൽ എന്തു വേണം? ത്വയ്യുപാവേശിതാത്മാ. ത്വയ്, അങ്ങയിൽ ആത്മാ, എൻ്റെ മനസ്സിനെ, എൻ്റെ അന്ധകരണത്തിനെ അങ്ങയിൽ പ്രവേശിപ്പിക്കണം. പൂർണ്ണമായിട്ടും എൻ്റെ മനസ്സ് അങ്ങയിൽ തന്നെ നിൽക്കണം. സകല കർമ്മങ്ങളും ഈശ്വരനുള്ള പൂജയാക്കി തീർക്കണം. സകല കർമ്മങ്ങളും. അപ്പം മാത്രമാണ് നമുക്ക് ശരിയായ ഭക്തി ഉണ്ടായി എന്ന് പറയാൻ സാധിക്കുള്ളൂ. അപ്പോൾ എൻ്റെ മനസ്സിനെ അങ്ങയിൽ ദൃഢമായിട്ട് ഉറപ്പിക്കാം. ഉപാവേശിതാത്മാ. അതിന് അങ്ങ് തന്നെ എന്നെ അനുഗ്രഹിക്കണം. എന്നിട്ടോ സർവം ത്യക്ത്വാ ചരേയം. എന്തെല്ലാം ഞാൻ നേടിയിട്ടുണ്ടോ അതിനെയെല്ലാം ത്യജിച്ചിട്ട്. ത്യജിക്കുക എന്ന് പറയുമ്പോൾ ആ വസ്തുക്കളെ എടുത്ത് കളയണമെന്ന് അർത്ഥമില്ല. മനസ്സുകൊണ്ട് ത്യജിക്കണം. എങ്ങനെ മനസ്സുകൊണ്ട് ത്യജിക്കുക? ഒന്നും എൻ്റെ അല്ല, ഒന്നും ഞാനല്ല നേടിയത്. പിന്നെ ആരാ നേടി? ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ഞാൻ ഒരു ഉപകരണമായി പ്രവർത്തിച്ചു. അപ്പം എല്ലാം ഭഗവാന്റെയാണ്. ആ ഭഗവാൻ തൻ്റെ ശക്തിസ്വരൂപിണിയായ മായയെ കൊണ്ടാണ് നമ്മളെ ഈ വിധത്തിലിട്ട് മോഹിപ്പിക്കുന്നത് എന്ന് നല്ലവണ്ണം അറിഞ്ഞ്. സകലമവിജഗത് വീക്ഷ്യമായാവിലാസം. സകലം ജഗത്ത്, അഖില ജഗത്ത്, ഒന്നും ബാക്കിയില്ലാതെ കണ്ട്. പ്രപഞ്ചം, സൂര്യചന്ദ്രാദികളടക്കം പ്രപഞ്ചം മുഴുവൻ ഭഗവാന്റെ ശക്തിസ്വരൂപിണിയായ മായയുടെ വിലാസം, ലീലയാണ് എന്ന് ഞാൻ മനസ്സിലാക്കും. അങ്ങനെ മനസ്സിലാക്കി അങ്ങയെ തന്നെ ഭജിച്ചുകൊണ്ട് എൻ്റെ ഈ മനസ്സിനെ പൂർണ്ണമായിട്ടും അങ്ങയിൽ അർപ്പിക്കാൻ ഞാൻ ശ്രമിക്കാം. പക്ഷേ നാനാത്വാ,
പലതിനെ കാണുന്നു. അപ്പോൾ ആ ഏതൊരു ഉറപ്പാണ് എൻ്റെ മനസ്സിൽ വന്നത്, അത് പോകുന്നു. നാനാത്വം അത് ചിലത് നല്ലത്, ചിലത് ചീത്ത. ചീത്ത എങ്ങനെ ഭഗവാനാവുന്നത്? നാനാത്വാത്. ആ നാനാത്വം വാസ്തവത്തിൽ എങ്ങനെയുള്ളത്? ഭ്രാന്തിജന്യാൽ. ഭ്രാന്തി ഒരു മോഹമാണ്, നമ്മളെ മോഹിപ്പിക്കുകയാണ്. ആര്? ഭഗവത് ശക്തിയായിരിക്കുന്ന, ബ്രഹ്മസ്വരൂപിണിയായിരിക്കുന്ന, ബ്രഹ്മപ്രകൃതിയായിരിക്കുന്ന മായ നമ്മളെ മോഹിപ്പിക്കുകയാണ്. അതെല്ലാം സത്യമാണ് എന്ന് നമ്മളെ മോഹിപ്പിക്കുകയാണ്. ആ മോഹം മൂലമാണ് നാനാത്വം നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് വെറും ഭ്രമം മാത്രമാണ് എന്ന് മനസ്സിലാക്കി ആചാര്യന്മാരിൽ നിന്ന് ഈ ജ്ഞാനത്തിനെ നേടാൻ വേണ്ടി ശ്രമിക്കണം. ഗുണദോഷാവബോധേ. ഏതാണ് നമുക്ക് ഗുണമായിട്ടുള്ളത്, നല്ലത്? ഏതാണ് ദോഷമായിട്ടുള്ളത്? ഏത് ചെയ്യാം, ഏത് ചെയ്യാൻ പാടില്ല? അതാണ്. അത് ജ്ഞാനികളായിട്ടുള്ളവർക്ക്, ശാസ്ത്രങ്ങൾ പഠിച്ചിട്ടുള്ളവർക്കേ അത് പറഞ്ഞു തരാൻ സാധിക്കൂ. അപ്പോൾ അവരിൽ നിന്ന് ഈ ശാസ്ത്രങ്ങളിൽ, വേദങ്ങൾ, പുരാണങ്ങൾ, ഇതിഹാസങ്ങൾ, ഉപനിഷത്തുകൾ ഒക്കെയാണ് ആധ്യാത്മിക ശാസ്ത്രങ്ങൾ. ആ ആധ്യാത്മിക ശാസ്ത്രം ഹൃദിസ്ഥമാക്കിയിട്ടുള്ള മഹാത്മാക്കളുണ്ട്. അവരിൽ നിന്നാണ് ഗുണദോഷേ, ഇന്നത് ഗുണമാണ്, ഇന്നത് ദോഷമാണ്. ഗുണമായിട്ടുള്ളതേ ഞാൻ ചെയ്യാൻ പാടൂ, ദോഷമായിട്ടുള്ളത് ചെയ്യാൻ പാടില്ല. ഗുണമായിട്ടുള്ളത് സമൂഹത്തിന് നന്നായിട്ടുള്ള കാര്യങ്ങൾ. ഈ സമൂഹം ഭഗവാൻ തന്നെയാണ്. അപ്പം ആ സമൂഹത്തിന് സുഖമുണ്ടാക്കുന്ന കാര്യങ്ങളെ ഞാൻ ചെയ്യാൻ പാടൂ എന്ന് മനസ്സിലാക്കി. അതാണ് ഗുണം. ചികീർഷുർ ലോകസംഗ്രഹം. ജനങ്ങളുടെ നന്മയെ ലാക്കാക്കി മാത്രമുള്ളതായ പ്രവൃത്തികൾ. ദോഷമായിട്ടുള്ള ഏതാണ്? ഒന്നിനെയും കൊല്ലാൻ പാടില്ല. ഹിംസാം ന കുര്യാത്. ഒന്നിനെയും കൊല്ലാൻ പാടില്ല എന്നുള്ള ആ നിഷിദ്ധമായിട്ടുള്ളത്. അപ്പോൾ ഇത് രണ്ടും സമൂഹത്തിന് നല്ലതെല്ലാം ഗുണവും, അന്യരെ ഉപദ്രവിക്കുന്നത്, വധിക്കുന്നത് അത് ദോഷവും. ഈ ജ്ഞാനം നമ്മൾ നേടണം. അപ്പം നിഷിദ്ധമായിട്ടുള്ളതിനെ മാറ്റണം. അതാണ് ഗുണദോഷങ്ങൾ എന്താണെന്ന് നല്ലവണ്ണം മനസ്സിലാക്കണം. അതിന് ശാസ്ത്രജ്ഞാനമുള്ള ഒരു ഗുരുവിനെ തന്നെ നമ്മൾ സമീപിക്കണം. അയാൾക്ക് മാത്രമേ അതിനെക്കുറിച്ച് പറഞ്ഞു തരാൻ സാധിക്കുള്ളൂ. അയാൾ വീതവൈഷമ്യബുദ്ധേ, വിട്ടുപോയ വിഷമങ്ങൾ. വിഷമം എന്ന് പറഞ്ഞാൽ എന്താണ്? സമത്വം പോവുകയാണ്. വിഗതാസമം വിഷമം. സമത്വം പോകണം, വിഷമം പോകണം. എല്ലാം സമമായിട്ട് കാണണം. എല്ലാം സമമായിട്ട് കാണുന്നതാണ് ശരിയായിട്ടുള്ള ജ്ഞാനം. അതാണ്. അപ്പോൾ വേദങ്ങളിൽ എന്ത് ഉപദേശിച്ചിട്ടുണ്ടോ, വേദങ്ങൾ എന്ത് പറഞ്ഞിരിക്കുന്നോ അതാണ് വിഹിതം. വിഹിതങ്ങളായിട്ടുള്ളതിനെ ആചരിക്കണം. വേദങ്ങളിൽ എന്ത് ചെയ്യരുതെന്ന് പറഞ്ഞോ അത് നിഷേധം. നിഷേധം ആചരിക്കരുത്. ചെയ്യണമെന്ന് പറഞ്ഞതിനെ ചെയ്യുക, നിഷേധം എന്ന് പറഞ്ഞത് ആചരിക്കാതിരിക്കുക. അത് ഗുണങ്ങൾ. അത് ഗുണങ്ങൾ. ഇനിയോ ദോഷങ്ങൾ ഏതാണ്? വിഹിതം എന്ന് പറഞ്ഞത് ആചരിക്കാതിരിക്കുക, അത് ദോഷം. പിന്നെയോ നിഷിദ്ധമായിട്ടുള്ളതിനെ ആചരിക്കുക, അത് ദോഷം. അങ്ങനെ ഗുണങ്ങളേത്,
ദോഷങ്ങളേത് എന്ന് നല്ലവണ്ണം മനസ്സിലാക്കിയിരിക്കുന്ന വീതവൈഷമ്യബുദ്ധേഹേ, വിഷമാവസ്ഥ തരണം ചെയ്തിട്ടുള്ള ഒരു ഗുരുവിൽ നിന്ന് ഞാനും ആ അറിവ് നേടുന്നു. ഭക്തനായിട്ടുള്ള ഞാനും ആ വിഷമാവസ്ഥയെ തരണം ചെയ്ത് സമാവസ്ഥയിൽ എത്തുന്നു. സമാവസ്ഥയിലിരിക്കുന്നതാണ് ഭഗവത് പ്രാപ്തി. സമത്വം യോഗ ഉച്യതേ. ആ മനസ്സിനെ എപ്പോഴും സമനിലയിൽ ഇരിക്കണം. അപ്പോൾ അതിനൊക്കെ ഇപ്പോൾ തടസ്സമായിട്ട് നിൽക്കുന്നത് ഏതാണ്? ബന്ധുസ്നേഹം. ആ ആൾക്കാരുള്ളതായ ഒട്ടലിനെ കളയുക വേണം. ബ്രഹ്മബിന്ദുപനിഷത്തിൽ പറയുന്നു, മനയേവ മനുഷ്യാണാം കാരണം ബന്ധമോക്ഷയോ ബന്ധായ വിഷയാസംഗോ മനയേവ മനുഷ്യാണാം കാരണം ബന്ധമോക്ഷയോ ബന്ധായ വിഷയാസംഗോ മുക്തിയൈ നിർവിഷയം സ്മൃതം. മുക്തിയൈ മനഃ ഏവ, ലോപിച്ചിരിക്കുകയാണ്, ഓർമ്മ വേണം. മനഃ ഏവ മനുഷ്യാണാം ബന്ധമോക്ഷയോ കാരണം ഭവതി. ഭവതി ചേർത്തോളം. നമ്മുടെ ഈ മനസ്സ് തന്നെയാണ് ബന്ധത്തിനും മോക്ഷത്തിനും കാരണമായി ഭവിക്കുന്നത്. ബന്ധം ഈ കാണുന്ന ജഗത്ത് സത്യമാണെന്നും അതിലുള്ളതായ എന്തെല്ലാം ഞാൻ നേടിയോ അതെല്ലാം എൻ്റെയാണെന്നുള്ള വിചാരത്തിൽ അതിനെ കെട്ടിപ്പിടിച്ചിരിക്കൽ, അതാണ് ബന്ധം. നമ്മളെപ്പോഴും പറയാറുള്ള ആ ഫോർമുല മറക്കരുത്. അത് എൻ്റെ ശരീരം തന്നെയാണ്. ഗാത്ര, കളത്ര, പുത്ര, പൗത്ര, മിത്ര, ഭൃത്യ, ബാന്ധവ, പശു, ഗൃഹ, ധന, ധാന്യ, മൊബൈലാദികൾ, അതിനെല്ലാം നമ്മൾ കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കുന്നു. എന്തുകൊണ്ട്? എൻ്റെ. ആരാ ആ ചിന്തയുണ്ടാക്കണേ? മനസ്സ്, അന്ധക്കരണം. അതിൽ ഇന്ദ്രിയങ്ങളും മനസ്സും ബുദ്ധി എല്ലാവരും ചേർന്നിട്ട് തന്നെയാണ്. എപ്പോഴും മനസ്സിനെ പറയും. മനസ്സെന്നും ചിത്തെന്നും ചേതകാന്നും ഒക്കെ മാറ്റി മാറ്റി പറയും. അവിടെ ആചാര്യൻ വ്യക്തമാക്കുന്നു, ബന്ധായ വിഷയാസംഗവും. ബന്ധം വരാൻ, ഒട്ടൽ വരാൻ വിഷയങ്ങളിലുള്ള ആസംഗം, ആസക്തി, വിഷയങ്ങളിലുള്ള ആസക്തിയാണ് ബന്ധം. ഒരു വിഷയവും അനുഭവിക്കേണ്ടെന്ന് പറയുന്നില്ല. എന്തെല്ലാം വിഷയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വന്നു ചേരുന്നുവോ അതെല്ലാം പൂർവ്വജന്മത്തിൽ നമ്മളുടെ സൽക്കർമ്മങ്ങളുടെ ഫലമായിട്ട് വരുന്നതാണ്. അനുഭവിക്കും. പക്ഷേ അതിൽ ഒട്ടൽ പാടില്ല. ഇതെൻ്റെയാണ്, ഇതെപ്പോഴും എൻ്റെ കൂടെ ഇരിക്കണം എന്ന് വെച്ചത് സാധ്യമല്ല. ബന്ധായ വിഷയ ആസംഗവും. അപ്പോൾ ഈ വിഷയങ്ങളിൽ ആസക്തി വന്നാൽ അത് നമ്മുടെ മനസ്സിനെ ബന്ധിച്ചു. മുക്തിയായി, അതിൽ നിന്ന് രക്ഷപ്പെടാൻ എന്താ മാർഗം? നിർവിഷയം സ്മൃതം. ഒരു വിഷയങ്ങൾ മനസ്സിൽ ഒട്ടലുണ്ടാക്കാൻ പാടില്ല. എല്ലാ വിഷയങ്ങളെയും നമ്മൾ അനുഭവിക്കണു, വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെടുന്നു. വിഷയം എന്ന് പറയുമ്പോൾ ആൾക്കാർ പെടും, ഓർമ്മ വേണം. ഭാര്യ, ഭർത്താവ്, മക്കളൊക്കെ പെടും. പക്ഷെ ഒന്നുമായിട്ടും ഒട്ടലില്ലാത്ത ഒരവസ്ഥ, അതാണ് നിർവിഷയം. അപ്പോൾ വിഷയങ്ങൾ അനുഭവിക്കുന്നതല്ല, എന്തെല്ലാം വിഷയങ്ങൾ ആയിട്ട് നമ്മൾ ബന്ധപ്പെടുന്നുവോ ആ വിഷയങ്ങളെല്ലാം അനുഭവിക്കാം. പക്ഷെ അതിൽ ഒട്ടൽ പാടില്ല, സംഘം പാടില്ല, രാഗം പാടില്ല.
പല വാക്കുകളാണ് ആചാര്യന്മാർ അതിൽ പറയുന്നത്. അതുകൊണ്ട് ഒരിക്കലും നമ്മുടെ ജീവിതം ഈ അന്ധക്കരണത്തിൻ്റെ ബന്ധനത്തിന് കാര്യമായി ഭവിക്കരുത്. അന്ധക്കരണം എപ്പോഴും മുക്തമായിരിക്കണം. ആ മുക്തമായിരിക്കാനുള്ള മാർഗമാണ് ത്വയുപാവേശിതാത്മാ, മനസ്സിനെ എപ്പോഴും ഭഗവാനിൽ തന്നെ വയ്ക്കുന്നത്. എങ്ങനെയാണ് വയ്ക്കുന്നത്? എല്ലാം ഭഗവാൻ. എന്തെല്ലാം ഞാൻ അനുഭവിക്കുന്നുവോ, നാനാത്വ പ്രപഞ്ചം, നാനാത്വ പ്രപഞ്ചത്തിൽ ഓരോരുത്തരുടെ വിഷയങ്ങളും വെവ്വേറെയാണ്. എൻ്റെ വിഷയമല്ല നിങ്ങളുടെ വിഷയം, ഓരോരുത്തരുടെ വിഷയവും വേറെയാണ്. അപ്പോൾ എന്തെല്ലാം വിഷയങ്ങൾ ഞാൻ അനുഭവിക്കുന്നുവോ അതെല്ലാം ഭഗവാൻ തന്നെയാണ്. ഞാനിതാ ഭഗവാന് സമർപ്പിക്കുന്നു, ഭഗവാന് സമർപ്പിക്കുന്നു. എന്തെന്ത് കർമ്മങ്ങൾ ചെയ്യുന്നുവോ ആ കർമ്മങ്ങളെ ഭഗവാൻ അർപ്പിക്കുന്നു. ത്വയുപാവേശിതാത്മാ, മനസ്സുകൊണ്ടാണ് കർമ്മങ്ങൾ ചെയ്യുന്നത്. ആ കർമ്മങ്ങളെല്ലാം ഭഗവാനുള്ള പൂജയാക്കണം. ഭഗവത്ഗീത നേരത്തെ തന്നെ അതിനെക്കുറിച്ച് പറഞ്ഞു. യത് കരോഷി യദശ്നാസി യജ്ജുഹോഷി ദദാസി യത് തപസ്യസി കൗന്ദേയ തത്കുരുഷ്വ മതർപ്പണം. എന്തെന്ത് നമ്മൾ ചെയ്യണു ആ വാക്കിൽ തന്നെ എല്ലാം ഉണ്ട്. എങ്കിലും നമുക്ക് മനസ്സിലായില്ലെങ്കിലും ഇത് പറഞ്ഞിട്ടാണ് ഭഗവാൻ പിന്നെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. യദശ്നാസി, ഹേ മനുഷ്യ, നീ കഴിക്കുന്നതും ഒരു കർമ്മം തന്നെയാണ്. യജ്ജുഹോഷി, നീ എന്നെ പൂജിക്കുന്നുണ്ടല്ലോ, അതൊരു കർമ്മം തന്നെയാണ്. നീ ദാനം ചെയ്യണല്ലോ, ദദാസിയത്, അതും ഒരു കർമ്മം തന്നെയാണ്. യത് കരോഷി യദശ്നാസി യജ്ജുഹോഷി ദദാസിയത് യത് തപസ്യസി കൗന്ദേയ, നീ എന്നെ കുറിച്ച് ധ്യാനിക്കുന്നുണ്ടല്ലോ, അതും ഒരു കർമ്മം തന്നെയാണ്. തത്കുരുഷ്വ മതർപ്പണം, എന്തെല്ലാം ചെയ്യുന്നുവോ അതെല്ലാം എനിക്ക് അർപ്പിച്ച് ചെയ്യണം. അപ്പോൾ മാത്രമാണ് ഈ ജീവിതം ധന്യമാകുന്നത്. അത് ആ അറിവ് വരണമെങ്കിൽ ജ്ഞാനം വേണം. ഏത് ഗുണം ഏത് ദോഷം അത് അനുഭവിച്ചിട്ടുള്ളതായ ജ്ഞാനിയായിട്ടുള്ള ഒരു ഗുരുവിൽ നിന്ന് തന്നെ വേണം. അങ്ങനെ ഗുണദോഷാവബോധേ, ഏത് ഗുണം ഏത് ദോഷം എന്ന് മനസ്സിലാക്കി വിധിർവാ വ്യാസേധോവാ, വിധി ഇന്നത് ഞാൻ ചെയ്യേണ്ടത്, നിഷേധം ഇന്നത് ഞാൻ ചെയ്യാൻ പാടില്ലാത്തത് ഒക്കെ വേദത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഹേ ഭഗവൻ, കഥം തൗ, ഇത് രണ്ടും, ഈ വിധി നിഷേധങ്ങൾ രണ്ടും ത്വയി നിഹിതമതേഹേ, അങ്ങയിൽ തന്നെ മനസ്സിനെ അർപ്പിച്ചിട്ടുള്ള ഒരു ഭക്തൻ. അതാണ് നാനാത്വഭ്രമത്തിനെ ഉപേക്ഷിച്ച് എല്ലാം ഭഗവാനാണെന്ന് കണ്ടുകൊണ്ട് ഒന്നിലും ആസക്തിയില്ലാതെ അങ്ങയെ ഭജിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഭക്തനാണ് ത്വയി നിഹിതമതേഹേ. അപ്പോൾ എന്തു വരുന്നു? വീതവൈഷമ്യ ബുദ്ധേഹേ, അങ്ങയുടെ അദ്ദേഹത്തിൻ്റെ ആ വിഷമാവസ്ഥ തരണം ചെയ്തു. വിഷമാവസ്ഥ സമത്വമില്ലാത്ത അവസ്ഥ, അതാണ് വിഷമാവസ്ഥ. അദ്ദേഹത്തിൻ്റെ ബുദ്ധി സമത്തിൽ, സമം ഭഗവാൻ, ഭഗവാനിൽ തന്നെ നിൽക്കുന്നു. ഭാഗവതത്തിൽ ഈ ഭാഗത്തിൽ പറയുന്നതായ ആ ശ്ലോകം ഇതുപോലെ തന്നെയാണ്. പക്ഷേ കുറച്ചുകൂടി നന്നായിട്ടാണ് വ്യാസഭഗവാൻ അവിടെ നമുക്ക് തന്നിരിക്കണമെന്ന് അർത്ഥം. കപിലോപദേശത്തിലാണ് അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. ചേതകല്വസ്യ ബന്ധായ മുക്തയേ ചാത്മനോ മതം ഗുണേഷു സക്തം ബന്ധായ രഥം വാ പുംസി മുക്തയേ. കപിലോപദേശത്തിൽ കപില ഭഗവാൻ തന്നെ സമീപിച്ച അമ്മയ്ക്ക് കൊടുക്കുന്ന ആദ്യത്തെ ഉപദേശമാണിത്. എനിക്ക് എൻ്റെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ല, ഇന്ദ്രിയങ്ങൾ വിഷയങ്ങളെ ചോദിച്ചു കൊണ്ടേയിരിക്കണു, ഞാൻ എന്താ ചെയ്യേണ്ടത്? അപ്പോൾ ആദ്യത്തെ ഉപദേശം ഇതാണ്.
അമ്മേ ഛേദഖല്വസ്യ ബന്ധായ, ഛേദക മനസ്സ്. നമ്മുടെ മനസ്സാണ് ബന്ധനത്തെ ഉണ്ടാക്കുന്നത്, ഒട്ടലുണ്ടാക്കുന്നത്, രാഗമുണ്ടാക്കുന്നത്, സംഘമുണ്ടാക്കുന്നത്. എല്ലാം ഒരേ അർത്ഥമാണ്, ഓർമ്മ വേണം. ഒന്നിനോട് സംഘം പാടില്ല. എല്ലാറ്റിനെയും സ്നേഹിക്കണം, പക്ഷെ ഒന്നിനോട് സംഘം പാടില്ല, ഒട്ടൽ പാടില്ല. അപ്പോൾ നമ്മുടെ മനസ്സാണ് ആ വിധത്തിൽ നമ്മളെ ചെയ്യുന്നത്, വേണ്ടാത്തിലേക്ക് കൊണ്ടുപോകുന്നത്. ഇനിയോ മുക്തയേജ, മുക്തിക്കും ആ വിഷയങ്ങളിൽ നിന്നെല്ലാം മനസ്സിനെ വേർപെടുത്തി ഉള്ളിലിരിക്കുന്ന പരമാത്മാവിനെ പ്രാപിക്കാൻ നമ്മളെ ശക്തരാക്കുന്നതും ആ മനസ്സ് തന്നെയാണ്. ഇത് ആത്മനഹ മതം. ഇതാണ് അമ്മ എൻ്റെ അഭിപ്രായം. ആത്മനഹ മതം എൻ്റെ അഭിപ്രായം. അമ്മയ്ക്ക് ഇഷ്ടമാണെങ്കിൽ എടുത്തോളൂ. നോക്കണേ, ഇതാണ് ഭഗവാനാണ് പറയണത്. എങ്കിലും ഇത് ഇങ്ങനെ ചെയ്യണമെന്ന് പറയുന്നില്ല. ഇതെൻ്റെ അഭിപ്രായമാണ്. അമ്മയ്ക്ക് ഇഷ്ടമാണെങ്കിൽ എടുത്തോളൂ. ഈ മനസ്സാണ് നമ്മളെ ബന്ധിപ്പിക്കുന്നത്. അത് വ്യക്തമാക്കണം. എന്താ ആ ബന്ധനം എന്നുള്ളത്? ഗുണേഷു സക്തം ബന്ധായ, ഗുണങ്ങൾ, വിഷയങ്ങൾ. ഏത് വിഷയത്തിലും സത്വരജസ്തമോ ഗുണങ്ങൾ മൂന്നുമുണ്ട്. ആ ഗുണങ്ങളിൽ ആസക്തി വരുന്നത് ഗുണേഷു സക്തം, ആസക്തം, ഒട്ടിക്കൊണ്ടിരിക്കുക. അത് ബന്ധനത്തിന് കാരണമാകുന്നു. അപ്പോൾ മുക്തിക്ക് എന്താ? രഥം വാ പുംസി മുക്തയേ. പുംസി രഥം, ഉള്ളിലുള്ള പുരുഷൻ. പുംസി പുരുഷനിൽ, പുരുഷനിൽ രതി ഉണ്ടാവണം. ആർക്ക് ഈ പുരുഷനിൽ രതി ഉണ്ടാവുന്നുവോ അയാൾക്ക് മുക്തി. രണ്ടും ചെയ്യുന്ന മനസ്സാണ്. വിഷയങ്ങളിലേക്ക് കൊണ്ടുപോയി നമ്മളെ ബന്ധിപ്പിക്കുന്നതും മനസ്സാണ്. ആ വിഷയങ്ങളിൽ നിന്ന് മനസ്സിനെ പിടിച്ചു കൊണ്ടുവന്ന് ഉള്ളിൽ തന്നെ ഇരിക്കുന്ന പരമാത്മാവിൽ കൊണ്ട് ഉറപ്പിക്കുന്നതും മനസ്സാണ്. രണ്ടും മനസ്സാണ് ചെയ്യുന്നത്. ഈ അവസാനത്തെ വരി നമ്മൾ ആദ്യം എഴുതിയ ശ്ലോകത്തിലില്ല. അതാണ് ഇതിൻ്റെ ഗുണം. രഥം വാ പുംസി മുക്തയേ. മുക്തിക്കുള്ള ഏറ്റവും നല്ല മാർഗം ഉള്ളിൽ തന്നെ ഇരിക്കുന്ന, ഇതുകൊണ്ട് എവിടേക്കും പോകണ്ട, നമ്മുടെ ഉള്ളിൽ തന്നെ ഇരിക്കുന്ന ആ പുരുഷനിൽ, ആ സച്ചിദാനന്ദ സ്വരൂപനിൽ, ഏതൊരു ഭഗവാൻ ഉള്ളത് കൊണ്ട് ഞാൻ ഇപ്പോൾ സംസാരിക്കുന്നു, നമ്മളെല്ലാവരും കേൾക്കുന്നു, നമ്മളെല്ലാ കർമ്മങ്ങളും ചെയ്യുന്നു. ആ പുരുഷൻ, ആ പുരുഷനിൽ മനസ്സ് രതിയുള്ളതായിരിക്കണം. ആ പുരുഷനെ മാത്രമാണ് സ്നേഹിക്കേണ്ടത്. എന്തുകൊണ്ട്? ആ പുരുഷൻ മാത്രമാണ് ഇവിടെയുള്ളത്. ആ പുരുഷൻ തൻ്റെ ശക്തിയായ മായയെ കൊണ്ടാണ് ഈ നാനാത്വ പ്രപഞ്ചത്തിനെ ഉണ്ടാക്കിയിരിക്കുന്നത്. തുടക്കത്തിൽ തന്നെ ആചാര്യൻ പറയുന്നു, ഈ ബന്ധുക്കളിൽ ഉള്ളതായ സ്നേഹത്തിനെ ഉപേക്ഷിക്കുക തന്നെ വേണം. ആ സ്നേഹം എന്ന് പറയുന്നത് ഒട്ടലാണ്, ആസക്തിയാണ്. അല്ലാണ്ട് സാധാരണ പറയുന്ന സ്നേഹമല്ല. സ്നേഹം എല്ലാവരിലും വേണം, പക്ഷെ ആരിലും ഒട്ടലുണ്ടാവാൻ പാടില്ല. ആ വ്യക്തിയില്ലാതെ അല്ലെങ്കിൽ ആ വിഷയമില്ലാതെ എനിക്ക് ജീവിതമില്ല എന്നൊരിക്കലും വിചാരിക്കരുത്. ഭഗവാനാണ് ശരിക്കുമുള്ള ആൾ. അതാണ്. അപ്പോൾ ആ വിധത്തിൽ ഈ ബന്ധുക്കളിലുള്ളതായ ആസക്തിയെ കളയാൻ അങ്ങയുടെ കാരുണ്യം തന്നെ വേണം. തവഹി കരുണയ. അത് അനുഗ്രഹിച്ചാൽ എനിക്ക് സാധിക്കും, അല്ലെങ്കിൽ ഒരിക്കലും സാധ്യമല്ല. അപ്പം ഞാൻ എൻ്റെ മനസ്സിനെ ഭഗവാനിക്ക് കൊണ്ടുവരും. അങ്ങനെയാണ് നമ്മളൊക്കെ ഈ മാർഗത്തിലേക്ക് വന്നത്. ആ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ഇതെല്ലാം പഠിക്കണം എന്നുള്ളതായ ആഗ്രഹം നമുക്ക് ഉണ്ടായി. എത്രയോ ബുദ്ധിമാന്മാരായിട്ടുള്ള ആൾക്കാർ ഇതിലേക്ക് വരാതിരിക്കുന്നവരുണ്ട്. അവരൊക്കെ ഭൗതികമായ
ജ്ഞാനങ്ങളിൽ കിടന്ന് വട്ടക്കറങ്ങാണ്, അതിൽ കിടന്ന് വട്ടം കറങ്ങാണ്. അവർ മോശക്കാരായി പറയുകയല്ല, പക്ഷേ അവർക്ക് മുക്തി എന്നുള്ളത് ഒരിക്കലും സാധ്യമല്ല. അവർ വീണ്ടും വീണ്ടും പല തരത്തിലുള്ളതായ കണ്ടുപിടുത്തങ്ങളെ കൊണ്ടൊക്കെ അങ്ങനെ പോകും. അപ്പോൾ ഞാൻ എൻ്റെ മനസ്സിനെ, മനസ്സിനെ അങ്ങയിൽ തന്നെ പോയി വയ്ക്കാൻ വൃത്തിയാക്കിയിരിക്കുന്നു. അങ്ങയിൽ നിന്ന് ആ മനസ്സെടുക്കുമ്പോഴാണ് എനിക്ക് ഈ വിധത്തിലുള്ളതായ ആ സ്നേഹം, ബന്ധുക്കളോട് ഞാൻ എന്തൊക്കെ നേടിയോ അവരോടുള്ളതായ ആസക്തി ഉണ്ടാവുന്നത്. എന്നിട്ട് ഞാൻ എന്തു ചെയ്യും? സർവം ത്യക്ത്വാചരേയം, എല്ലാം ത്യജിച്ച് എന്ന് പറഞ്ഞാൽ അവരെ വിട്ടിട്ട് പോകുക എന്നുള്ള അർത്ഥമല്ല, മനസ്സുകൊണ്ട് ത്യജിക്കുന്നു. എങ്ങനെ മനസ്സുകൊണ്ട് ത്യജിക്കുക? എല്ലാം ഭഗവാൻ, എല്ലാം ഭഗവാൻ. ഭാര്യയാവട്ടെ, ഭർത്താവട്ടെ, മക്കളാവട്ടെ, മിത്രങ്ങളാവട്ടെ, ബന്ധുക്കളാവട്ടെ, വിഷയങ്ങൾ ആവട്ടെ, എല്ലാം ഭഗവാൻ എന്നങ്ങട് ഉറപ്പിക്കുക. അതാണ് സർവം ത്യക്ത്വാചരേയം, എല്ലാം അങ്ങയിൽ അർപ്പിച്ചിട്ട്, അതാണ് ത്യജിക്കൽ. എല്ലാം ഭഗവാനിൽ അർപ്പിക്കണം. അങ്ങനെ ഞാനിവിടെ നടക്കുമാറാകണേ. ഈ കാണുന്നതായ നാനാത്വ ജഗത്ത് അങ്ങയുടെ ഒരു ലീലയാണ് എന്ന് മനസ്സിലാക്കി ഈ തത്വത്തിനെ വീണ്ടും വീണ്ടും എൻ്റെ ഉള്ളിൽ ഉറപ്പിക്കാൻ എന്നെ അനുഗ്രഹിക്കണമേ ഭഗവാനെ. പക്ഷേ എങ്കിലും വീണ്ടും നാനാത്വം വരും. എന്തുകൊണ്ട്? എൻ്റെ ഉള്ളിലുള്ളതായ ഗുണത്തിനനുസരിച്ച്. അതാണ് 3 ഗുണങ്ങളാണ്. സത്വഗുണത്തിലാവുമ്പോൾ ആദ്യം പറഞ്ഞ പോലെ എല്ലാം ഭഗവാനിൽ അർപ്പിക്കാൻ സാധിക്കും. എപ്പോൾ രജോ ഗുണം കൊണ്ടുവരുമോ ആ ചിന്തയൊക്കെ മാറും. അപ്പോൾ പണം ഉണ്ടാക്കണം, പദവി നേടണം, പ്രശസ്തി വേണം എന്നുള്ള ചിന്ത പോകും. അപ്പോൾ രജസ്തമോ ഗുണങ്ങളിലേക്ക് അധികം പോകാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ കാണുന്ന ജഗത്ത് മുഴുവൻ മായാവിലാസം. മായ എന്ന് പറയുന്നത് ഭഗവാന്റെ ശക്തിയാണ്. ശക്തിസ്വരൂപിണിയായ മായ, ആ മായയിൽ ഭഗവാൻ പ്രതിബിംബിക്കുമ്പോഴാണ് ഈ കാണുന്നതായ ജഗത്തിലുള്ളതെല്ലാം ഉണ്ടാവുന്നത്. എന്നാലും ഈ നാനാത്വത്തിൽ വീണ്ടും വീണ്ടും നമ്മുടെ മനസ്സ് ഭ്രമിക്കും. അതാണ് ഓരോന്ന് കാണുന്നതായ സമയത്ത് ഓരോ വിഷയങ്ങളിലുള്ളതായ ആസക്തി. കാറിൽ ആസക്തിയുള്ള ആൾക്ക് പുതിയ കാറ് കാണുമ്പോൾ അത് വേണമെന്നുള്ള ആഗ്രഹം വരും. അതാണ്. പണത്തിൽ ആസക്തിയുള്ള ആൾക്ക് ഓരോരുത്തർ കോടീശ്വരന്മാരായിരിക്കണം, ഞാനും ശ്രമിച്ചാൽ സാധിക്കും എന്നുള്ളൊരു ചിന്ത വരും. അതാണ് നാനാത്വ. അതൊക്കെ ഭ്രാന്തിജന്യ. ഈ മായയാണ് ചെയ്യുന്നത്. മോഹം, ഭ്രമം. ആ ഭ്രമം കൊണ്ടാണ് അതുണ്ടാവുന്നത്. അങ്ങനെ ഏത് ഗുണം ഏത് ദോഷമെന്ന് വേദത്തിൽ പറഞ്ഞിട്ടുള്ള അനുസരിച്ച് എനിക്ക് ജീവിക്കാൻ ചിലപ്പോൾ സാധിച്ചില്ല എന്ന് വരാം. വിധിയും വ്യാസേദം നിഷേധം. ഏത് വിധി ഏത് നിഷേധം എന്നുള്ളത് ആദ്യം അറിഞ്ഞില്ലെന്ന് വരാം. പക്ഷേ എപ്പോൾ ഞാൻ എൻ്റെ മനസ്സിനെ പൂർണ്ണമായി അങ്ങയിൽ അർപ്പിക്കാൻ പുറപ്പെടുന്നുവോ കഥം തൗ, അങ്ങനെയുള്ള ഒരാൾക്ക്, അതാണ് എല്ലാം ഭഗവാനിൽ അർപ്പിക്കാൻ തയ്യാറായിട്ടുള്ള ആൾക്ക്, ത്വയി നിഹിതമതേഹേ, ആ മനസ്സിനെ അങ്ങയിൽ അർപ്പിച്ചു ഉള്ള ആൾക്ക്, വീതവൈഷമ്യ ബുദ്ധേഹേ, അയാൾക്ക് വിഷമാവസ്ഥയില്ല, എപ്പോഴും സമാവസ്ഥ. ആ സമാവസ്ഥയിൽ തന്നെ ഇരിക്കുന്ന ആളെ ഒരിക്കലും അത് ബാധിക്കില്ല.